ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് കുക്കീസിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ബട്ടർ കുക്കീസ് ആണ് കേട്ടോ. അപ്പോൾ ഈ കുക്കീസ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ ഇട്ട് കൊടുക്കാം. അതായത് 125 ml ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ മിക്സ് ആക്കി എടുക്കണം. ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഇതിലേക്ക് ഈ മൈദയും അതുപോലെ ബേക്കിംഗ് പൗഡറും കൂടിയുള്ളത് അരിച്ച് ചേർത്തിട്ട് കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇത് വല്ലാതെ കട്ടിയായിട്ട് തോന്നുവാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ പാല് അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ബട്ടർ ഉണ്ട്, അൺസോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഉപ്പ് ചേർക്കാണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ആണ് പാടുള്ളൂ. ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. ഞാനിവിടെ ഇതുപോലത്തെ ഒരു സിലിക്കോൺ മോൾഡാണ് എടുത്തിരിക്കുന്നത്. വേണ്ട. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് നമ്മൾ മെൽറ്റ് ചെയ്ത ബട്ടർ ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ച് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇത് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ആ ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഈ പാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു വയർ റാക്ക് വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ചെറിയൊരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ സിലിക്കോൺ മോൾഡ് അല്ലെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ലെവലായിട്ട് ഇരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു തട്ട് വെച്ച് കൊടുക്കുന്നത്. ഈ പാൻ മൂടി വെച്ചതിന് ശേഷം ഇതിനകത്ത് ഇതുപോലത്തെ വല്ല ഹോളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ടിഷ്യൂ പേപ്പർ എങ്ങാനും വെച്ചൊന്ന് അടച്ചു കൊടുക്കണം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്തെടുത്ത പാനിലേക്ക് നമുക്ക് ഈ ഒരു സിലിക്കോൺ മോൾഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റൊക്കെ ബേക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 2 അടുപ്പിൻ്റെ ബർണറൊക്കെ ആണെങ്കിൽ ആ വലിയ ബർണറിൽ വയ്ക്കണം കേട്ടോ. ഇനി ആ കുക്കിയുടെ ബാക്കിയുള്ളതിൽ ഒരു കുറച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഞാനൊരു റെഡ് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആ കളറ് നന്നായിട്ട് പിടിക്കാവുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ റെഡ് കളറായി മാറിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഫ്ലവർ ഷേപ്പിലുള്ള കുക്കീസൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ 2-3 ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുക്കണം, എല്ലാം ഒട്ടിയിരിക്കുന്ന രീതിയിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഷേപ്പിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കിയുടെ പിന്നെ ഒരുപാട് ഉണ്ടായില്ല. ആ ഉള്ളത് വെച്ചിട്ട് നമുക്ക് പല ഷേപ്പുകളും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ റെഡ് കളറിലുള്ള ഡോ കുറച്ച് നടുക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുവാണ്. അപ്പോൾ റോൾ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നടുക്ക് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ഡിസൈനുള്ള ഇത് കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ മോൾഡ് ഇല്ലെങ്കിലും പല രീതിയിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മുടെ കുക്കീസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് ആകുമ്പോഴത്തേനും റെഡി ആവും കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ടാണ് 15 മിനിറ്റ് എടുക്കുന്നത്. മറ്റേ സാധാരണ രീതിയിലാണെങ്കിൽ 12 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും റെഡി ആവും കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ശരിക്കും ഇതിന് വേണ്ടത് റോയൽ ഐസിങ് ആണ് വേണ്ടത്. പക്ഷെ റോയൽ ഐസിങ് അത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉണങ്ങി വരാനൊക്കെ ആയിട്ട് ഒരു 3-4 മണിക്കൂറൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിനുള്ള ക്ഷമ എൻ്റെ കുട്ടികൾക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഇതിനകത്ത് വൈറ്റ് ചോക്ലേറ്റിൽ കുറച്ച് കളറ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. ചോക്ലേറ്റ് മെൽറ്റിംഗ് ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് കാണിക്കാത്തത് കേട്ടോ. ഡിസൈനിങ് പാർട്ടൊക്കെ കുട്ടികളെ അങ്ങോട്ട് ഏൽപ്പിച്ചു. അപ്പോൾ അവരാണ് ഇതൊക്കെ റെഡിയാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ അതെല്ലാ കുക്കീസും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വൈറ്റ് ചോക്ലേറ്റിലിട്ട് ഈ റെഡ് കളർ ചേർക്കുമ്പോൾ എന്താണോ എന്തോ ഒരു പിങ്ക്
ഡാർക്ക് പിങ്ക് ഒക്കെ ആയിട്ടാണ് വന്നുള്ളൂ, റെഡിലായിട്ട് വന്നുണ്ടായില്ല. റോയൽ ഐസിങ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെഡ് കളർ കിട്ടും കേട്ടോ. അപ്പോൾ റോയൽ ഐസിങ്ങിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.